എന്തൊക്കെയാലും ഒന്ന് വിളിക്കാം. അടക്കുമ്പോൾ ശശി നമ്പർ എന്തൊക്കെയാലും ഇരുന്നുണ്ട്. ഹലോ ഹലോ പാക്ക, ഞാൻ വേലനാടാ. നിനക്ക് എവിടുന്ന് കിട്ടിയ നമ്പർ? അതൊക്കെ അവിടെ നിക്കട്ടാ. 6 മാസം മുമ്പ് നീ എന്നെ പറ്റിച്ചിട്ട് ഓടിയാനല്ലോ. ഫ്ലാഷ് ബാക്ക്. നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ട് നടക്കുവാണോ? അന്ന് നിന്നെ അവന്മാർ ഒത്തിരി ഉപദ്രവിച്ചോ? ഇല്ല, ഒരടി പോലും വെറുതെ പോയില്ല. മോശം പറയലല്ലോ, ഒറ്റ അടിക്ക് എന്റെ ബോധം പോയി. സത്യമാണോ? അതിനു വേണ്ടി കിട്ടിയ അടി? കിട്ടിയോന്നോ? 1 മണിക്കൂറിന് ശേഷം കണ്ണു തുറന്ന് ബോധം തെളിഞ്ഞപ്പോ കവളമളലില്ല പ്ലീസാ പെഞ്ചത്ത്. നാട്ടുകാർ പറഞ്ഞു വേലൻ ചത്തെന്ന്. ഓ, കാര്യമായിരുന്നു ഓടിയത്. അപ്പൊ കവൾമടലിനാ കീറ് കിട്ടിയല്ലേ? ഓർമ്മിപ്പിക്കല്ലേ പാക്കാ, നാട്ടുകാർ പറഞ്ഞത് 7 കളവളമളോളം ഒടിഞ്ഞെന്ന. അപ്പോൾ നിന്നെ അടിച്ച് തീട്ടമൊക്കെ ആവാറല്ലേ? തീട്ടൊന്നും പോയില്ല. ഒരു കണക്കിന് ഞാൻ ആ റോഡിൽ നിന്ന് എണ്ണീറ്റ് നേരെ പൈപ്പിന്റെ മൂട്ടി പോയി മൂത്രം പോയ ജെട്ടിയും കഴുകി പിഴിഞ്ഞ് ആശുപത്രിയിലോട്ടൊരു വിടലായിരുന്നു എന്റെ ശിവനേ. ഞാനുണ്ടായി കാണാരുത്. എന്നാ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് ജെട്ടി പിഴിയായിരുന്നു. നീ ഇപ്പൊ ഇത് പറയാനാന്ന് വിളിച്ചേ? അല്ലടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടോ. വേറെന്താടാ? പുതിയ അടിക്കുമല്ലോ കോള് ഒപ്പിച്ചോ? അല്ലടാ, നിന്റെ മുറപ്പെണ്ണ് പങ്കിയെ പെണ്ണ് കാണാൻ ഒരു വരുത്തം വന്നടാ. ആടാ അവൻ? അറിയില്ലടാ, അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവനാണ് മാത്രം എനിക്കറിയാം. അവളെന്നിട്ടത് സമ്മതിച്ചോ? അവൾ ആദ്യം തന്നെ സമ്മതിച്ചടാ വാക്കാ. എന്താ വാക്കാ തൂറാ മുട്ടുന്നാ? സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണോ? നീ കാണില്ലേ വേല എന്റെ കൂടെ? ഞാൻ കാണില്ലടാ. ഈ കോള് കട്ടാകുന്നതാണ് ഞാൻ തീരുവടാ. ഇത് പറ്റിയടാ? പുതിയ വല്ല പണിയും കിട്ടിയോ? ഇല്ലടാ വാക്കാ, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ ആ പരിപാടി എല്ലാം വിട്ടടാ. പിന്നെന്ത് പറ്റി? ഏതോ നിക്കറിയത്തൂറുകൾ രമണി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് 4 ചാക്ക് തേങ്ങയും കട്ടോണ്ട് ഓടിയടാ. അതിന് നിനക്കെന്താ? ആ നാറിയാണ് എന്റെ പേര് ബോർഡും കണ്ട നാട്ടുകാരി ഏറ്റകൾ ആ രമണിത്തള്ളയോട് പോയി പറഞ്ഞ് കട്ടത് ഞാനാണ്. ആ തള്ള കേട്ടവാതി കേൾക്കാത്തവാതി സ്റ്റേഷനിൽ പോയി നേരെ പരാതിയും കൊടുത്തു. ഞാൻ വരുന്നവരെ നീ ഒളിവിൽ പോക്കോ. ഞാൻ ഒളിവിലാണാ പൊട്ട. എന്നാ പിന്നെ നീ വെളിയിറങ്ങണ്ട, അവിടെ ഇരുന്നോ, അതാ നല്ലത്. ഇവന്റെ കയ്യാട് പാക്കനാണെന്ന് തോന്നുന്നു. ആ രാഘവേട്ടന്റെ മോളുടെ കല്യാണത്തിന് വെച്ചിരുന്ന 200 തേങ്ങയും ദക്ഷിണക്കുള്ള പാക്കും കാണാനില്ല. ഇവനാണോ ഒന്നും അടിച്ചോണ്ട് പോയെ.